ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ പോയി വന്നു. നമ്മുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ സ്കൂൾ ലീവ് ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നോമ്പ് ദിവസമാണ്, മുഹറം 10. അപ്പോൾ വീട്ടിലൊക്കെ വന്നതല്ലേ, അപ്പോൾ വെറുതെ ഒരു വ്ളോഗ് ഇടാമെന്ന്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പണികളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിൻ്റെ ശേഷം മോളെ തല ഒന്ന് ചീവി കൊടുക്കാണ്ടായിരുന്നു. അത് ചീവി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇവിടെ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു തോനെ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പഴുത്തതൊക്കെ പറിക്കാമെന്ന് കരുതിയിട്ട് അത് പറിക്കാൻ പോയിട്ടോ. അപ്പോൾ ആർക്കൊക്കെ പാഷൻ ഫ്രൂട്ട് വേണമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത ജോലി എന്താണെന്ന് വെച്ചാൽ കുളിക്കാൻ വെള്ളം വെക്കുക കുട്ടികൾക്ക് കേട്ടോ. വെള്ളം വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങിട്ടോ. തൊട്ടടുത്ത വീട്ടിൽ കിണറ് പണി നടക്കുന്നുണ്ട്, അത് കാണാമെന്ന് വെച്ച് അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ അവിടെ മണ്ണൊക്കെ എടുക്കുന്ന പണിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു വരുമ്പോൾ കരിവേപ്പിലേൻ്റെ ചെടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 4 ഇല കരിവേപ്പിലയും പറിച്ചു. നല്ല ഫ്രഷ് ഇലയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ബാക്കിയുള്ള പരിപാടികൾ നോക്കാമായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കേട്ടോ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അങ്ങനെ ഓരോ പരിപാടികളായിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരത്തിൻ്റെ പണികൾ നോക്കാം, നോമ്പ് തുറക്കാനുള്ള പണികൾ നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ മന്തി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കഴുകിയിട്ട് നമുക്ക് മസാല കൂട്ടിയേക്കാം ആദ്യം. അപ്പോൾ മന്തിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അരി പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് നമ്മളിങ്ങനെ വെച്ച് കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിക്കുള്ള ഇതുകളൊക്കെ ഇടാണ്. അപ്പോൾ റൈസിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അരി ഇടാം. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇത് ദമ്മിടാൻ വെക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് ആദ്യം അടിയിൽ നമുക്കിങ്ങനെ പരത്തി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ റൈസ് ഇടൽ. അപ്പോൾ ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കരിവേപ്പില മേലയിലിടാം. അതിന് ശേഷം നമുക്ക് റൈസ് ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ റൈസൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് താളിച്ച് പാരണം കേട്ടോ നമ്മൾ നെയ്യിൽ. അപ്പോൾ താളിക്കാൻ കുറച്ച് മല്ലിച്ചപ്പും പച്ചമുളകും ഇതിലേക്ക് ഇടുന്നത്. ഇത് എന്നിട്ട് ചോറിൻ്റെ മേലിൽ കുറച്ചിങ്ങനെ പാരലാണേ. അപ്പോൾ താളിച്ചതൊക്കെ പാർന്നതിന് ശേഷം പച്ചമുളക് കുത്തി വെക്കണം കേട്ടോ മേലെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാർക്കോൾ പുകയിച്ചിട്ട് അതുകൂടി മേലെ വെക്കാം കേട്ടോ. അപ്പോൾ ദമ്മൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് മയോണൈസൊക്കെ അടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദമ്മൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളത് മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.